നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് തരത്തിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന്, ഒരു കണ്ടീഷൻ പരിശോധിച്ചതിന് ശേഷം ഒരു പ്രോഗ്രാമിൻ്റെ ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യാതെ പ്രവർത്തിപ്പിക്കാതെ മറ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് കടന്നു പോകുക. അതിനെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരം സ്റ്റേറ്റ്മെന്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പ്രോഗ്രാമിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം, എല്ലാ സ്റ്റേറ്റ്മെന്റുകളുടെയും എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ്. ഒരു പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും 1, 2, 3 എന്ന ക്രമത്തിൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ സീക്വൻഷ്യൽ എക്സിക്യൂഷന് മാറ്റം വരുത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നും രണ്ട്, ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിലെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രത്യേകത തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ പരിശോധിച്ച് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗം സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പ്രവർത്തിപ്പിക്കും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു ഭാഗം പ്രവർത്തിക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പ്രവർത്തിപ്പിക്കുന്നതിന് പകരം സെലക്ട് ചെയ്ത ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പ്രവർത്തിപ്പിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഇനി അതിന് നേരെ വിപരീതമായിട്ട് ഒരു പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പ്രവർത്തിക്കും, പക്ഷെ ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ അത് ഒന്നിലധികം പ്രാവശ്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകളെയാണ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളെയാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ അതില് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന്, ഈഫ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സ്വിച്ച് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതില് ഈഫ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾക്ക് തന്നെ ഒന്നിലധികം രൂപത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയും. ഒന്ന്, ഒരു സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ എൽസ് ഈഫ് ലാഡർ. ഇങ്ങനെയുള്ള 3 ഫോർമാറ്റുകളിൽ ഈ ഈഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒരു നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോ ഇത്തരത്തില് പരീക്ഷയ്ക്ക് ചോദിക്കുക, മിക്കവാറും ഇങ്ങനെയാണ് ചോദിക്കുക: വാട്ട് ഈസ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ എന്താണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്, എന്താണ് എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം, അതിന് എക്സാമ്പിളും ഒരെണ്ണം എഴുതണം. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ 3 വിഭാഗത്തിലും ഉള്ള, അതായത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ്, ഈഫ് എൽസ്, എൽസ് ഇഫ് ലേഡർ, ഈ 3 വിഭാഗത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പഠിക്കാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കാം. എന്താണ് ഈ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പഠിക്കുക, അതിന്റെ ഒരു പ്രോഗ്രാം പഠിക്കുക. എന്താണ് ഈഫ് എൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക. പിന്നെ എൽസ് ഇഫ് ലേഡർ, ആ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക. അപ്പോ ആദ്യം നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോഗ്രാമിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ പരിശോധിക്കും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്യും, അല്ലെങ്കിൽ അത് എക്സിക്യൂഷൻ അവസാനിക്കും. ഈ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ പ്രോഗ്രാമിന്റെ എൻഡിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് കൺട്രോൾ പോകും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഹയർ സെക്കൻഡറി +1 പരീക്ഷ എഴുതാൻ പോവുകയാണ്. +1 പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് പരിശോധിക്കണം എന്ന് വിചാരിക്കുക. അതിനു വേണ്ടിയിട്ടൊരു പ്രോഗ്രാമാണ്. ജയിച്ചോ എന്ന് പരിശോധിക്കണം.
തോറ്റോ എന്ന് നോക്കണ്ട, ജയിച്ചോ എന്ന് പരിശോധിക്കണം. അതായത് നമുക്ക് കിട്ടിയ മാർക്ക് പ്രോഗ്രാമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കിട്ടണം. തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് നമുക്ക് വേണ്ട. ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം യു ഹാവ് പാസ്ഡ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് പഠിക്കാം. ഈ പ്രോഗ്രാം ഏതിന് ഉദാഹരണമാണ്? സിമ്പിൾ ഈഫ് എന്ന് പറയുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിന് ഉദാഹരണമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രോഗ്രാമിന്റെ തുടക്കം അതെല്ലാവരും ബൈ ഹാർട്ട് പഠിക്കുക. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. എന്നിട്ട് ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടത് ഒരേ ഒരു വേരിയബിൾ ആണ് വേണ്ടത്. മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമാണ് വേണ്ടത്. നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുക മുഴുവൻ സംഖ്യയിലുള്ള ഒരു മാർക്കാണ് ലഭിക്കുക. അതുകൊണ്ട് ഈ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് കൊടുക്കുക, ഇന്റ് എന്ന് കൊടുക്കുക. ഇന്റ് ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്റ് ഡാറ്റ ടൈപ്പില് മുഴുവൻ സംഖ്യകളാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. എന്നിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുക, സി ഔട്ട് enter your marks. Enter your mark. ഇത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ മാർക്ക് കൊടുത്തു. അത് ഏത് വേരിയബിൾ സ്റ്റോറായി? മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോറായി. എന്നിട്ട് ഈഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഈഫ് എന്താ കണ്ടീഷൻ? ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയാണെങ്കിൽ 60-ലാണ് ക്വസ്റ്റ്യൻ പേപ്പർ. 60-ന് 18 മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ 18 മാർക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടിയാലാണ് പരീക്ഷ പാസ്സാവുക. അപ്പൊ ഈ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് പരിശോധിക്കുന്നു. ആണെങ്കിൽ സി ഔട്ട് എന്താ സ്ക്രീനിൽ വേണ്ടത്? യു ഹാവ് പാസ്. യു ഹാവ് പാസ്. പ്രോഗ്രാം അവസാനിച്ചു. ഇപ്പൊ ഈ പ്രോഗ്രാം നോക്കൂ. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രവർത്തനം. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് 20 എന്നുള്ള ഒരു വിലയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? എൻ്റർ യുവർ മാർക്ക് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മൾ 20 എന്നുള്ള മാർക്ക് കൊടുത്തു. 20 എന്നുള്ള വില ഏത് വേരിയബിളിൽ സ്റ്റോർ ചെയ്തു? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നു. ഈഫ് എന്താ പരിശോധിക്കുന്നത്? മാർക്ക്. ഇപ്പൊ നമുക്ക് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ എത്രയാണ് വിലയുള്ളത്? 20 ആണ് വില. 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കുന്നു. 20 18-നേക്കാൾ മുകളിലാണ്. കണ്ടീഷൻ ശരിയായി. ഈ കണ്ടീഷൻ ശരിയായി. എന്ത് എഴുതി കാണിച്ചു? യു ഹാവ് പാസ്ഡ്. മോണിറ്ററിൽ എന്ത് എഴുതി കാണിച്ചു? യു ഹാവ് പാസ്ഡ് എന്ന് എഴുതി കാണിച്ചു. പ്രോഗ്രാം അവസാനിച്ചു. ഇനി ഒരു കുട്ടിക്ക് 15 മാർക്കാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളോട് എൻ്റർ യുവർ മാർക്ക് എന്ന് കാണിച്ചപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? കീബോർഡില് 15 എന്ന് കൊടുത്തു. 15 എന്നുള്ള മാർക്ക് ഏത് വേരിയബിളിൽ സ്റ്റോറായി? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോറായി. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കുന്നു. 15 18-നേക്കാൾ താഴെയാണ്. കണ്ടീഷൻ തെറ്റി. പക്ഷെ കണ്ടീഷൻ തെറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ പ്രോഗ്രാമാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന് ഉദാഹരണം. അപ്പൊ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? ഒരു കണ്ടീഷൻ പരിശോധിക്കുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം അതിന് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക് പ്രോഗ്രാമിന്റെ നിയന്ത്രണം പോകുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്? സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് സെന്റൻസിലാക്കി എഴുതുക. അതിനുശേഷം ഈ ഒരു എക്സാമ്പിൾ എഴുതുക.
അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കുക. ഇനി ഇതേ ചോദ്യം തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചോദിക്കുകയാണ്. പരീക്ഷയ്ക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പരീക്ഷ കഴിഞ്ഞു, മാർക്ക് നമുക്ക് കിട്ടി. മാർക്ക് കിട്ടിയതിന് ശേഷം ആ മാർക്ക് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് നൽകി കഴിഞ്ഞാൽ 18 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ ജയിച്ചു എന്നും 18നേക്കാൾ താഴെയാണ് മാർക്ക് കിട്ടിയത് എങ്കിൽ തോറ്റു എന്നും നമുക്ക് യു ഹാവ് ഫെയിൽഡ് എന്ന് നമുക്ക് ഡിസ്പ്ലേ കിട്ടും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു കണ്ടീഷൻ പരിശോധിക്കുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈഫ് എൽസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈഫ് എൽസ് എന്ന് പറയുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. അപ്പോ ഈഫ് എൽസും ഈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈഫ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈഫ് എൽസ് ആണെങ്കിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ തന്നെയാണ് ആവശ്യം, മാർക്ക് തന്നെയാണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? മാർക്ക് എല്ലായ്പ്പോഴും മുഴുവൻ സംഖ്യ ആയതുകൊണ്ട് ഇന്റ് ഡാറ്റ ടൈപ്പ് ആണ് ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റർ യുവർ മാർക്ക് എന്ന് മോണിറ്ററിൽ എഴുതി കാണിച്ചു. നമ്മൾ എന്ത് ചെയ്തു? സി ഇൻ ആ കീബോർഡിൽ നിന്ന് വില മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ, 18 ആണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? സി ഔട്ട് യു ഹാവ് പാസ്ഡ്. ഇനി എന്താണ്? അല്ല എന്ന് വിചാരിക്കുക, എൽസ്. അപ്പോഴാണ് നമ്മൾ എൽസ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഈഫും എൽസും കൂടി വരുന്നതിനെയാണ് ഈഫ് എൽസ് ഫോം എന്ന് പറയുന്നത്. ഈഫ് മാത്രം ഉള്ളൂ എങ്കിൽ സിമ്പിൾ ഈഫ് എന്ന് പറയും. എൽസ് അല്ലെങ്കിൽ എന്താ? സി ഔട്ട് യു ഹാവ് ഫെയിൽഡ്. പ്രോഗ്രാം അവസാനിച്ചു. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ പ്രവർത്തനം ഒന്ന് നോക്കിയേ. നമ്മളോട് ഒരു മാർക്ക് എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്മളൊരു മാർക്ക് എൻ്റർ ചെയ്തു. ആ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ആയി. നേരത്തെ പറഞ്ഞ പോലെ 20 എന്നുള്ള മാർക്കാണ് നമ്മൾ എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് സ്റ്റോർ ആയി? 20 എന്നുള്ളത് സ്റ്റോർ ആയി. 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കുന്നു. 20 ഗ്രേറ്റർ ദാൻ 18 ആണ്, കണ്ടീഷൻ ശരിയാണ്. എന്താ ഔട്ട്പുട്ട് കിട്ടിയത്? യു ഹാവ് പാസ്ഡ് എന്നുള്ള റിസൾട്ട് കിട്ടി. പിന്നെ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. ഈഫ് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈഫിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നേരെ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് പോകും. ഇനി 15 ആണ് നമ്മൾ നൽകുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ 15 സ്റ്റോർ ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കുന്നു. 15 18നേക്കാൾ വലുതാണോ എന്ന് നോക്കുന്നു. 15 18നേക്കാൾ വലുത് അല്ല. കണ്ടീഷൻ തെറ്റി. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല എക്സിക്യൂട്ട് ചെയ്യുക, നേരെ എൽസ് പാർട്ടിലേക്ക് പോകും. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് എന്ന് പറയുന്ന ഭാഗമാണ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? സി ഔട്ട് യു ഹാവ് ഫെയിൽഡ്. നിങ്ങൾ പരാജയപ്പെട്ടു. പ്രോഗ്രാം അവസാനിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നേരത്തെ പ്രോഗ്രാമും ഇപ്പോഴത്തെ പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ പ്രോഗ്രാമിൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിന് ഒരു ഔട്ട്പുട്ട് ലഭിച്ചിരുന്നു, തെറ്റാണെങ്കിൽ ഔട്ട്പുട്ട് ലഭിച്ചിരുന്നില്ല. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ കണ്ടീഷൻ പരിശോധിക്കുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഈഫ് എൽസ് എന്നുള്ള രീതി. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക.
ഇത് പഠിച്ചു വെക്കുക. നമ്മൾ നോട്ട്ബുക്കിലേക്ക് ഇത് കൃത്യമായിട്ട് പകർത്തി എഴുതണം. പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ചോദ്യമാണ്. ഇനി അടുത്തത് വേറൊരു രീതി എന്ന് പറയുന്നത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന ഒരു രീതിയാണ്. എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ പരിശോധിച്ച് കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിന്റെ എൽസ് പാർട്ടിലേക്ക് വരും. അവിടെ വീണ്ടും ഒരു കണ്ടീഷൻ പരിശോധിക്കും. ഇതിങ്ങനെ തുടർന്നു പോകുന്ന ഒരു രീതിയെയാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. ഉദാഹരണത്തിന് പിന്നെ എന്താ വേണ്ടത്, നിങ്ങളുടെ മാർക്ക് 80% മീതെ ആണെങ്കിൽ എ ഗ്രേഡ് എന്നും, പിന്നെ 60% മീതെ ആണെങ്കിൽ ബി ഗ്രേഡ് എന്നും, പിന്നെ 40% മീതെ ആണെങ്കിൽ പിന്നെ എന്താണ് സി ഗ്രേഡ് എന്നും കിട്ടണം എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 80 മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ് എന്നും. ഇത് നിങ്ങൾ പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട. നമ്മളൊരു എക്സാമ്പിൾ പഠിക്കുകയാണ്. 80% മീതെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ഗ്രേഡ്, അതേപോലെ 60% മീതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ഗ്രേഡ്, പിന്നെ 40% മീതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സി ഗ്രേഡ്. ഇതൊന്നും അല്ല കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡി ഗ്രേഡ്. അതായത് പിന്നെ 40% കുറവാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡി ഗ്രേഡ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം തയ്യാറാക്കണം. ഞാൻ പറഞ്ഞ കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു മാർക്ക് കിട്ടി, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടി. ആ മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഗ്രേഡ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? പിന്നെ 80% മീതെയാണെങ്കിൽ എ ഗ്രേഡ് എന്നും, 60% മീതെയാണെങ്കിൽ ബി ഗ്രേഡ് എന്നും, 40% കൂടുതലാണെങ്കിൽ സി ഗ്രേഡ് എന്നും, അല്ലെങ്കിൽ 40% കുറവാണെങ്കിൽ പിന്നെ ഡി ഗ്രേഡ് ആണ് എന്നും ഉള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിം സ്പേസ്, അതിനുശേഷം ഇന്റ് മെയിൻ. ഇവിടെയും ഒരു വേരിയബിൾ തന്നെയാണ് വേണ്ടത്, മാർക്ക് തന്നെയാണ് പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഇന്റ് മാർക്ക്. നേരത്തെ പോലെ തന്നെ സി ഔട്ട് enter the mark. C in mark. ഇനി എന്താണ്? if mark greater than or equal to 80. എന്താ ഔട്ട്പുട്ട് കൊടുക്കുന്നത്? സി ഔട്ട് എന്താണ്? എ ഗ്രേഡ്. else മാത്രമല്ല, വീണ്ടും ഒരു ഈഫ്, എൽസിനോടൊപ്പം ഒരു ഈഫ്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറഞ്ഞത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. അടുത്ത കണ്ടീഷൻ പരിശോധിക്കുക. എന്താ കണ്ടീഷൻ? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60%, 60 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 60 ആണെങ്കിൽ സി ഔട്ട് എന്താ വരുന്നത്? ആണെങ്കിൽ സി ഔട്ട് 60 മീതെ ആണെങ്കിൽ എന്താണ്? ബി ഗ്രേഡ്. കഴിഞ്ഞിട്ടില്ല. വീണ്ടും എൽസ് അല്ല, ഇതുമല്ല, ഈ മാർക്കുമല്ല, 60 മീതെ അല്ല. അപ്പൊ എന്താ വരുന്നത്? വീണ്ടും എൽസ്. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ഇഫ്. എന്താ കണ്ടീഷൻ? മാർക്ക് ഗ്രേറ്റർ ദാൻ 40%, 40 ആണെങ്കിൽ എന്താണ്? സി ഔട്ട് എന്താ ഗ്രേഡ്? സി ഗ്രേഡ്. അപ്പോ കഴിഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ കൂടെ. ഇതൊന്നും അല്ലെങ്കിൽ എൽസ്, ഇതൊന്നും അല്ലെങ്കിൽ എന്താ? എൽസ് എന്താണ്? സി ഔട്ട് ഡി ഗ്രേഡ്. സി ഔട്ട് ഡി ഗ്രേഡ്.
ഈ പ്രോഗ്രാം ഒന്ന് നോക്കൂ. ഈ പ്രോഗ്രാമിൽ എന്താ സംഭവിച്ചു നോക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോടൊരു മാർക്ക് എൻട്രി ചെയ്യാൻ പറഞ്ഞു. നമ്മൾ മാർക്ക് എൻട്രി ചെയ്തു. മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ 65 മാർക്കാണ് നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. 65 മാർക്കാണ് നമുക്ക് കിട്ടിയത്. ഔട്ട് ഓഫ് 100 100-ല് 65 മാർക്ക് നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ഗ്രേഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് കിട്ടിയ മാർക്ക് 65 ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞു എൻ്റർ ദ മാർക്ക്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 65 എന്നുള്ള മാർക്ക് നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്തു. ഏത് വേരിയബിളിൽ സ്റ്റോർ ആയി? മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ആദ്യത്തെ കണ്ടീഷൻ, അതായത് നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വില എത്രയാണ്? 65 ആണ്. 65 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് നോക്കി. 65 80-നേക്കാൾ വലുതാണോ? അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റി. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. നേരെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. ഇവിടേക്ക് കൺട്രോൾ വന്നു. ഇവിടെ വീണ്ടും കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുക. എന്താ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? 65 മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ എത്രയാണ് വിലയുള്ളത്? 65 ആണ്. അപ്പോ 65 ഗ്രേറ്റർ ദാൻ 60 ആണോ നോക്കി. 65 ഗ്രേറ്റർ ദാൻ 60 ആണ്. കണ്ടീഷൻ ശരിയാണ്. എന്താ ഔട്ട്പുട്ട് കിട്ടിയത്? സ്ക്രീനിൽ എന്ത് ഡിസ്പ്ലേ ചെയ്തു? മോണിറ്ററിൽ എന്ത് ഡിസ്പ്ലേ ചെയ്തു? ബി ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്തു. പ്രോഗ്രാം നേരെ അവസാനത്തിലേക്ക് പോകും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. മനസ്സിലായോ? ഇനി ഒരാൾക്ക് 15 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. 15 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 15 എന്നുള്ള മാർക്ക് എൻ്റർ ചെയ്തു. മാർക്ക് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ആയി. ആദ്യത്തെ കണ്ടീഷൻ പരിശോധിക്കുന്നു. മാർക്ക് അല്ലെങ്കിൽ 15 എന്നുള്ള മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വില 15 ആണ്. 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ നോക്കുന്നു. കണ്ടീഷൻ തെറ്റി. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വീണ്ടും മറ്റൊരു കണ്ടീഷൻ പരിശോധിക്കുന്നു. 15 60-നേക്കാൾ മീതെയോ 60-ന് തുല്യമോ ആണോ എന്ന് പരിശോധിക്കുന്നു. 15 60-നേക്കാൾ വലുത് അല്ല. കണ്ടീഷൻ തെറ്റി. വീണ്ടും അടുത്ത എൽസിലേക്ക് പോകുന്നു. അവിടെ വീണ്ടും മറ്റൊരു കണ്ടീഷൻ പരിശോധിക്കുന്നു. എന്താ കണ്ടീഷൻ? 15 ഗ്രേറ്റർ ദാൻ 40 ആണോ നോക്കുന്നു. 15 ഗ്രേറ്റർ ദാൻ 40 അല്ല. വീണ്ടും കണ്ടീഷൻ തെറ്റി. അപ്പൊ വീണ്ടും എൽസ് പാർട്ടിലേക്ക് വന്നു. അതായത് 40% താഴെ മാർക്ക് കിട്ടുന്നവരൊക്കെ ഡി ഗ്രേഡ് എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ 15 എന്നുള്ളത് എന്താണ്? ബി ഗ്രേഡ് ആണ്. മനസ്സിലായോ? ഇനി ഒരു ടെസ്റ്റ് കൂടി നമുക്ക് നടത്താം. ഒരു കുട്ടിക്ക് 90% മാർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ 92% മാർക്കാണ് കിട്ടിയത് എന്ന് വിചാരിക്കും. അപ്പൊ വീണ്ടും നമ്മളോട് ശ്രദ്ധിക്കുക. മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. 92 എന്നുള്ള മാർക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അത് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയി. കണ്ടീഷൻ പരിശോധിക്കുന്നു. 92 ഗ്രേറ്റർ ദാൻ 80 ആണോ എന്ന് പരിശോധിക്കുന്നു. 92 ഗ്രേറ്റർ ദാൻ 80 ആണ്. കണ്ടീഷൻ ശരിയാണ്. എന്ത് എക്സിക്യൂട്ട് ചെയ്തു? സി ഔട്ട് എ ഗ്രേഡ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നേരെ എൽസിലേക്ക് പോവുകയാണ് ചെയ്യും. അപ്പോ 92 എന്നുള്ള മാർക്ക് കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത്? എ ഗ്രേഡ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെ എൽസിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഈഫ് വരിക. അതിങ്ങനെ തുടർച്ചയായി ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കുക. നേരത്തെ ആണെങ്കിൽ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനെ പരിശോധിച്ചുള്ളൂ. ഈഫ് എൽസിലാണെങ്കിലും ഒരു കണ്ടീഷനെ പരിശോധിച്ചിട്ടുള്ളൂ. പക്ഷേ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു ഔട്ട്പുട്ട്, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെയോ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ് പരിശോധിക്കുന്നത്. ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കുന്നു. അപ്പോ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന ഫോം, ഈഫിന്റെ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന രീതി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അത് തുടർച്ചയായി ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കേണ്ട സിറ്റുവേഷനിലാണ് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് എൽസ് ഇഫ് ലാഡറിന് ഒരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എൽസ് ഇഫ് ലാഡർ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ എന്താണ് എൽസ് ഇഫ് ലാഡർ എന്ന് എഴുതിയിട്ട് ഈ ഒരു എക്സാമ്പിൾ പഠിക്കുക.
ഈ എൽസ് ഇഫ് ലാഡറും അതേപോലെ തന്നെ ഇനി സ്വിച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു. സ്വിച്ച് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതും സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ് ഔട്ട്പുട്ട് തരിക. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് പരിശോധിച്ച് ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് രീതികളാണ് എൽസ് ഇഫ് ലാഡർ എന്നുള്ള രീതിയും സ്വിച്ച് എന്നുള്ള രീതിയും. അവ തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ 30 എന്നുള്ളൊരു മാർക്കാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ 15 എന്നുള്ള മാർക്ക് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടിയിരുന്നു? ഡി ഗ്രേഡ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടിയിരുന്നു. പക്ഷേ ആ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യം 80% മുകളിലാണോ എന്ന് പരിശോധിച്ചു, 60% മുകളിലാണോ എന്ന് പരിശോധിച്ചു, 40% മുകളിലാണോ എന്ന് പരിശോധിച്ചു. അതൊന്നും അല്ലാതെ വന്നപ്പോഴാണ് നമുക്ക് ഡി ഗ്രേഡ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ എൽസ് ഇഫ് ലാഡറിന്റെ ഒരു പ്രത്യേകത, അത് കുറെ അധികം സമയം എടുക്കും. കുറെ അധികം സമയം എന്ന് പറഞ്ഞാൽ മൈക്രോ സെക്കൻഡ്സ് ആണ്. എന്നാലും അത് കുറച്ച് ഇങ്ങനെ പ്രോഗ്രാം എഴുതുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുവാൻ സമയം കൂടുതൽ എടുക്കുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്.